ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കൗതുകമുള്ള കാഴ്ച എന്താണെന്നല്ലേ? ഹ്യൂസ്റ്റണിലെ ഒരു വീട് നിർമ്മിക്കുന്നതാണിത്. കണ്ടോ, ഇതുപോലെ കൂട്ടിയിരിക്കുന്ന വുഡൻ ഫ്രെയിംസ് മേടിക്കാൻ കിട്ടും. ഇത് പല നീളത്തിലും വീതിയിലുമൊക്കെ ആവശ്യത്തിന് ഹോം ഡിപ്പോ പോലുള്ള സ്റ്റോഴ്സിൽ കിട്ടുന്നതാണ്. വീടുകളുടെ ചുമര് ഉണ്ടാക്കുന്നത് ഇതുപോലെ വുഡൻ ഫ്രെയിംസ് അടിച്ചിട്ടാണ്. ഇതുപോലെ മരം കൊണ്ട് വീടുണ്ടാക്കുന്നത് നിങ്ങൾ മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യണേ. സെൻട്രൽ ഹാൾ, ബെഡ്റൂംസ്, വാഷ്റൂംസ് ഒക്കെ അതിൻ്റെ അളവിനനുസരിച്ചിട്ട് മരക്കഷ്ണങ്ങൾ ഇതുപോലെ അടിച്ചിട്ട് ഫ്രെയിംസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഫ്രെയിമുകളുടെ മുകളിലായിട്ട് മരം കൊണ്ടുള്ള ബോർഡുകളോ പ്ലൈവുഡ് ബോർഡുകളോ അടിച്ചിട്ട് ചുമരുകൾ ഉണ്ടാക്കും. വീടിന്റെ തറയാണെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടുള്ളതായിരിക്കും. ഈ വീട് പണി തുടങ്ങിയിട്ട് ഏകദേശം 1 മാസമേ ആയിട്ടുള്ളൂ. താഴെ മാത്രമല്ല, മുകളിലും 2 നില കൂടി കാണും ഇതുപോലുള്ള എല്ലാ വീടുകൾക്കും. ഇത് പണിതു വരുമ്പോൾ ഒരു വലിയ ബംഗ്ലാവായി തീരും. കോടികൾ മതിക്കുന്ന ഒരു വീടായി മാറും. അമേരിക്കയിലെ 95% വീടുകളും മരം കൊണ്ട് ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത്. ഈ കാണുന്നതാണ് വീടിന്റെ സെൻട്രൽ ഹോളായിട്ട് വരിക എന്ന് തോന്നുന്നു. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വുഡൻ ഫ്രെയിംസ് ആണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. വർഷങ്ങളോളം കേടുകൂടാതെ നിൽക്കേണ്ടതാണല്ലോ. ഈ കോൺക്രീറ്റ് നിലത്തിന്റെ മേലെ പല ഏരിയയിലും മരവും ചില ഏരിയയില് കാർപ്പറ്റ്സുമായിരിക്കും. ബെഡ്റൂമിലും മറ്റും കാർപ്പറ്റ്സും മറ്റ് സെൻട്രൽ ഹാളിലും മറ്റും മരം കൊണ്ടുമായിരിക്കും ഫ്ലോറ് ഉണ്ടാവുക. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാനും, അതുപോലെ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഈ വീട് ഹ്യൂസ്റ്റൺ അപ് ടൗണിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയയിലാണ് പണിയുന്നത്. കണ്ടോ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉള്ള വർക്ക് ഇതിന്റെ മുകളിലും പണിയാൻ തുടങ്ങി. പണി ചെയ്യുന്ന ആൾക്കാര് പലപ്പോഴും 2-3 പേർ മാത്രമായിരിക്കും.
ഈ സ്റ്റേജില് കാർപ്പന്റേഴ്സിന്റെ പണിയാണ് കൂടുതലും. ഇത് കൂടുതൽ പണിത് വരുമ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ഫ്രണ്ട്സ്, എൻ്റെ ഈ കൊച്ചു വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. ബൈ ബൈ, സീ യു സൂൺ.